എന്തെങ്കിലും പറ്റിയോ? പറ്റിയാലും കുഴപ്പമൊന്നുമില്ല സാറേ. ചാകാൻ ഇറങ്ങിയവർക്ക് പിന്നെ വേറെന്താ നോക്കാനുള്ളത്? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? നിങ്ങൾ മോളെയും കൊണ്ട് ചാകാൻ ഇറങ്ങിയതാണോ? മോളെ ഓക്കെ അല്ലേ? വേറെ മാർഗമൊന്നുമില്ലെങ്കിൽ ചത്തല്ലേ പറ്റൂ. ജീവിച്ചിരുന്ന പ്രശ്നം സാറേ. എന്റെ മോള് വളർന്നാലും പ്രശ്നം. എന്ത് പ്രശ്നം? സാർ അതൊന്നും അറിയണ്ട സാറേ. അതൊക്കെ പറയുന്നത് അറിയുന്നതൊക്കെ നാണക്കേടാ. മരിക്കാൻ തയ്യാറായി നടക്കുന്ന നിങ്ങളെ തനിച്ച് വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നിങ്ങളെ ആരാ ദ്രോഹിക്കുന്നത്? അതെങ്കിലും ഒന്ന് പറ. ദ്രോഹിക്കുന്നത് എന്റെ കെട്ടിയോ തന്നെയാ സാറേ. അയാളുടെ താല്പര്യങ്ങളൊക്കെ വേറെ ചിലത്. കൂട്ടുകാരെ വീട്ടിൽ വിളിച്ചു വരുത്തി കുടിപ്പിക്കുക, ചീട്ട് കളിപ്പിക്കുക. കുറച്ചു നാള് മുൻപ് അതിലൊരുത്തന്റെ കൂടെ. സാറേ, എന്റെ മോളെങ്കിലും എനിക്ക് വളർത്തണം. അവിടെ നിന്ന ഞാൻ ചീത്തയായി പോവും. എന്റെ മോള് വലുതായി വരുമല്ലോ. ഈ കുഞ്ഞിനെങ്കിലും എനിക്ക് വളർത്തണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ലേ? ഉണ്ടായിരുന്നു സാറേ. അമ്മ ആങ്ങളെ മാത്രമേ അവിടെ ഉള്ളൂ. ഇപ്പൊ ഒരു വീടൊക്കെ വിറ്റു. കുറച്ചു ദൂരെ ഒരു വാടക വീട്ടിലാ. എങ്കിൽ നിങ്ങൾ എന്റെ വണ്ടി കയറി, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവിടാം. അത് നടക്കൂല സാറേ. ഞാൻ ഇഷ്ടപ്പെട്ട ഒരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയതാ. അമ്മയൊന്നും എന്നോട് ഇതുവരെ പുറത്തിട്ടില്ല. എന്നെ അങ്ങോട്ട് കയറ്റില്ല. അല്ല, നിങ്ങളുടെ ഈ അവസ്ഥ അറിയുമ്പോ അവര് സഹായിക്കാതിരിക്കോ? നിങ്ങളുടെ സ്വന്തം അമ്മയല്ലേ. നമുക്ക് അവിടം വരെ പോയി ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്യാം. കാറിലോട്ട് കയറി. വേണ്ട സാറേ. ദേ, ചാവാനായിട്ടൊരു തീരുമാനം എടുക്കുമ്പോ ദേ ഈ കുഞ്ഞിന്റെ മുഖമൊന്നും നിങ്ങൾക്ക് ഓർത്തൂടെ? നിങ്ങൾ ഈ കുഞ്ഞിന്റെ അമ്മയല്ലേ. നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ ഞാൻ സംസാരിച്ച് ശരിയായിക്കോളാം. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിച്ച് വണ്ടി കയറ്. ആ വാ, കയറ്.